ഹാൽ സിനിമ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും കാണും. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് ജഡ്ജിമാർ സിനിമ കാണും. കത്തോലിക്ക കോൺഗ്രസിന്റെ അപ്പീലിലാണ് നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. ഒടുവിൽ രേഷ്മ, ഈ ഹാല് സിനിമ പുറം ലോകം കാണാൻ പോകുന്നതിന് മുന്നോടിയായിട്ടാണോ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കാണുന്നത്? ഈ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു ഈ സിനിമയിൽ. ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ മാറ്റിയതിനു ശേഷമുള്ള പുതിയ വേർഷനാണോ ഇനി ഡിവിഷൻ ബെഞ്ച് കാണാനൊരുങ്ങുന്നത്? അതായത് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഈ ഹാൽ സിനിമ അതിന്റെ സർട്ടിഫിക്കേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രദർശനാനുമതി തരാത്തതിനെതിരെ ഒരു ഹർജി വന്നിരുന്നു. അതിൽ ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഹാളിൽ ചില വേർഷൻസിൽ, അതായത് ചില സീനുകളൊക്കെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വീണ്ടും സമർപ്പിച്ച് പ്രദർശനാനുമതി തേടാമെന്നുള്ളതായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. പക്ഷേ ആ ഉത്തരവ് എതിരായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കത്തോലിക്ക കോൺഗ്രസ് നേരത്തെ ഒരു അപ്പീല് സമർപ്പിച്ചത്. അതായത് താമരശ്ശേരി ബിഷപ്പിനെ അടക്കം തെറ്റായ രീതിയിൽ, മോശം രീതിയിൽ ഹാൽ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ഒരു അപ്പീലിന്റെ തുടർ നടപടി എന്നുള്ള രീതിയിലാണ് ഡിവിഷൻ ബെഞ്ചും ഹാൽ സിനിമ കാണാനായിട്ട് ഒരുങ്ങുന്നത്. ബുധനാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർ ഈ സിനിമ കാണും. സിനിമ കണ്ടതിന് ശേഷം കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചതുപോലെ താമരശ്ശേരി ബിഷപ്പിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സീനുകളുണ്ടോ, ഡയലോഗുകൾ, സംഭാഷണങ്ങളുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹാൽ സിനിമ കാണാനായിട്ട് ഒരുങ്ങുന്നത്. എന്തായാലും ഈ സിനിമ കണ്ടതിന് ശേഷം ഈ കത്തോലിക്ക കോൺഗ്രസിലെ അപ്പീലിൽ ഹൈക്കോടതി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കും. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, ഈ കത്തോലിക്ക കോൺഗ്രസ് നൽകിയിട്ടുള്ള അപ്പീലിൽ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ ശരി അല്ലാത്ത പക്ഷം കടുത്ത രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും തങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ള തരത്തിലാണ്. എന്തായാലും അപ്പീലിൽ കൃത്യമായിട്ട് ചില വാദഗതികൾ ഉന്നയിച്ചിട്ടുള്ളത്. തീർച്ചയായും രേഷ്മ, എന്തായാലും ഹാൽ സിനിമ ഹൈക്കോടതി കാണും, ഡിവിഷൻ ബെഞ്ച് കാണും. കത്തോലിക്ക കോൺഗ്രസിന്റെ നടപടിയിലാണ് ഈ ഹാൽ സിനിമ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കാണാനൊരുങ്ങുന്നത്.